തൃശൂർ ചേലക്കരയിൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് അനധികൃതമായി കൺവെൻഷൻ സെന്റർ നിർമ്മാണം. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് സമീപമാണ് നിലം നികത്തി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. 1 ഏക്കറിലധികം നിലം നികത്തി നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിൽ 2 വിവാഹങ്ങൾ നടന്നിട്ടും നടപടിയെടുക്കാൻ പഞ്ചായത്തും തയ്യാറായിട്ടില്ല. തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ചേലക്കര നഗരത്തിലെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് 100 മീറ്റർ അകലെയാണ് കൺവെൻഷൻ സെന്റർ. പെർമിറ്റോ നിർമ്മാണ അനുമതിയോ ഇല്ലാതെ നിയമവിരുദ്ധമായി നടന്ന നിർമ്മാണ പ്രവൃത്തികൾ പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞിട്ടില്ലെന്നാണ് വാദം. 1 ഏക്കറോളം ഭൂമി നികത്തി 7500-ലധികം സ്ക്വയർ ഫീറ്റിലുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മിച്ചത്. അനുമതിയില്ലാത്ത കെട്ടിടത്തിൽ ഇതിനോടകം 2 കല്യാണങ്ങളും നടത്തി. ചേലക്കര സ്വദേശികളായ തൈക്കാട്ടിൽ വീട്ടിൽ സുരേഷ്, രാജേഷ്, സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഭൂമി. പഞ്ചായത്ത് ഭരിക്കുന്നവരുമായി ഇവർക്കുള്ള സ്വാധീനമാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ചതെന്നാണ് ആക്ഷേപം. നിലവിൽ ബിൽഡിംഗ് നമ്പറോ വൈദ്യുതി കണക്ഷനോ കെട്ടിടത്തിന് കിട്ടിയിട്ടില്ല. പൂർണ്ണമായും ജനറേറ്റർ ഉപയോഗിച്ചാണ് കൺവെൻഷൻ സെന്റർ പ്രവർത്തിപ്പിക്കുന്നത്. നിയമലംഘനത്തിന് പിഴയടച്ച് പിന്നീട് കെട്ടിടം നിയമാനുസൃതമാക്കാമെന്ന നിലപാടിലാണ് ഉടമകൾ. എന്നാൽ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് ചേലക്കര ടൗൺ വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ചേലക്കര ടൗണിൽ എത്രയോ സൗകര്യമുള്ള ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളും റൂമുകളും ഒക്കെയുള്ള വലിയ സ്ഥാപനത്തിനുടമയായ ഒരാൾ ഈ ടൗണില് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവനോടും പഞ്ചായത്ത് അധികാരികളോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ നടപടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അനധികൃതമായി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ഇടപെടൽ അന്വേഷിക്കണമെന്ന ആവശ്യം പ്രദേശവാസികളും ഉയർത്തുന്നുണ്ട്. ജനം, തൃശൂർ.